ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ ഒരു സൺഡേ റൂട്ടീനാണ് കാണിക്കാൻ പോകുന്നത്. കൈൻഡ് ഓഫ് റീസെറ്റ് റൂട്ടീനാണ്. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രഷ് ചെയ്തു, ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. ഒരു പ്ലിക്സിൻ്റെ സെറമൈഡ് അവക്കാഡോൻ്റെ മോയ്സ്ചറൈസർ റഷാണ്. ഒരു സെറമായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള പ്ലിക്സിൻ്റെ ഗുവ ഗ്ലോ UV ഗ്ലോ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് 10% വൈറ്റമിൻ സി, ഹൈലറോണിക് ആസിഡ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു സെറമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു സെറമാണ്. ഇതാണ് ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ കാണാനുമുണ്ട്. പാടുകൾ മീൻസ് കുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ പിന്നെ ഇത് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാത്തത് കൊണ്ട് എനിക്ക് ഡിഫറൻസ് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല. പക്ഷേ യൂസ് ചെയ്ത് 2 days കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലോ ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ എനിക്ക് ടൈം കിട്ടാറില്ല ഡെയിലി യൂസ് ചെയ്യാനൊക്കെ. സോ ഇനി നമുക്ക് നെക്സ്റ്റ്, ഇപ്പോൾ ഏകദേശം ടൈം ഉച്ചയായിട്ടുണ്ട്, ഞാൻ എണീറ്റപ്പോൾ ഉച്ചയായിട്ടുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാം. സോ ലഞ്ചിന് നമ്മൾ പൊറോട്ടയും ബീഫ് കറിയും ബീഫ് റോസ്റ്റും ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ യമ്മി ആയിരുന്നു ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. സോ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് റെസ്റ്റ് എടുത്തു, യൂട്യൂബ് വീഡിയോ ഒക്കെ കുറച്ച് ഇങ്ങനെ കണ്ടു. അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ആക്കിയിട്ടുണ്ട്. ഇന്നത്തെ കുറച്ച് സെൽഫ് കെയർ ആണ് മെയിനായിട്ട് ഞാനിന്ന് ടു ഡു ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ടിക്കിടാൻ വേണ്ടി നമ്മുടെ പരിപാടി തുടങ്ങാം. സോ ഫസ്റ്റ് ടു ഡു ലിസ്റ്റിലുള്ള ഒരു 4 things കിച്ചണിലാണ് വരുന്നത്. അപ്പോൾ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് കിച്ചണിൽ ഇറങ്ങാം. നമുക്ക് കിച്ചണിലേക്ക്. സോ കുറച്ച് ബ്രൈറ്റ്നസ് കുറവായിരിക്കും, കിച്ചണിൽ ഭയങ്കര വെട്ടം കുറവാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത്, ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഹോട്ട് വാട്ടർ കുടിക്കുന്നുണ്ട്. കാരണം എനിക്ക് ത്രോട്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ചൂടുവെള്ളം ഫില്ല് ചെയ്ത് സോ എന്തായാലും നമ്മൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ കഴിച്ച ഡിഷസും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഒരു ഐസ് ഫേഷ്യൽ കൂടെ ഉണ്ടാക്കി, ടേമറിക് മിക്സ് ചെയ്തിട്ട്. അതിൻ്റെ ഇടയിൽ ഇന്നലെ വാങ്ങിച്ച കുറച്ച് സ്വീറ്റ്സും എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് വന്ന് ഭയങ്കര സ്വീറ്റ് ക്രേവിങ്സ്. അതിനുശേഷം ടാൻ മാറാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കി. സോ നമ്മുടെ ഫേസിൽ നമ്മൾ മൊത്തം കഴുത്തിലും ഫേസ് മാസ്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ടാൻ നല്ല രീതിക്ക് ഫേസ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റിമൂവ് ആക്കാനാണ്. ഇത് നമുക്കിനി ഒരു 20 minutes വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് കുറച്ച് വാട്ടർ വെച്ച് ഡാബ് ചെയ്ത് കൊടുക്കാം. സോ അത്രയേ ഉള്ളൂ. അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്സ് ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുവരെ നമുക്ക് തുടങ്ങുന്നവരെ നമുക്ക് ഫോൺ സ്ക്രോൾ ചെയ്തിരിക്കും. സോ നമ്മൾ ഫേസ് മൊത്തം വാഷ് ചെയ്ത് ഇവിടെ കളയായിരിക്കും ഫൈൻ. അപ്പം നമ്മൾ ഇവിടെ നല്ല ടാൻ കിട്ടിയോണ്ടാണ് ഇവിടെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. ഇത് അത്യാവശ്യം കുറേ ദിവസം ടാൻ അടിച്ചതുകൊണ്ടാണ് ചെറിയൊരു ബ്ലാക്ക് ആൻഡ് ബ്രൗൺ സ്റ്റിൽ നിൽക്കുന്നത്. ഭയങ്കര ഒരു ചേഞ്ച് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇപ്പോൾ 2 ദിവസം ആദ്യമുള്ളൂ യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഒരു 3-4-5 days യൂസ് ചെയ്ത് ഫസ്റ്റ് നമുക്ക് അടിക്കുന്ന ടാന് ഇൻസ്റ്റൻ്റ്ലി അന്നന്ന് നമ്മൾ ആ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെറ്ററാണ്, പെട്ടെന്ന് റിമൂവ്. പക്ഷേ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് വരുന്ന ടാനാകുമ്പോൾ കുറച്ച് പണിയാണ് അത് റിമൂവായി പോകാൻ. അപ്പോൾ എനിക്കിപ്പോൾ നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടുന്നുണ്ട് ആൻഡ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ പോലെ. ബ്രൈറ്റനിങ് ഫേസ് മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ടാൻ റിമൂവ് ചെയ്യാനും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫേസ്. ആൻഡ് നിങ്ങൾ എന്തായാലും ഈ ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക. സോ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത പരിപാടിയിലേക്ക്. സോ നമ്മൾ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ആൻഡ് കുറച്ച് ഗ്രോസറി ഐറ്റംസ് വാങ്ങാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ മാർക്കറ്റിലെത്തി അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ആൻഡ് തിരിച്ചു വന്നു റൂമിലേക്ക്.
സോ ഞാൻ തിരിച്ചെത്തി ഗൈസ്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ബജ്ജി ഉണ്ടാക്കാനുള്ള പ്ലാനായിരുന്നു ഈവനിങ്. അപ്പോൾ ബജ്ജി മുളക് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ തപ്പി നോക്കി, പക്ഷേ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മാർക്കറ്റിൽ പോയി ബജ്ജി മുളകും പിന്നെ ബജ്ജി കായുമാണ് വാങ്ങിച്ചിട്ടുള്ളത്. സോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്താവും എന്നറിയില്ല. യൂട്യൂബ് റെസിപ്പി നോക്കി നമുക്ക് ചെയ്യാം. സോ ലെറ്റ്സ് മേക്ക് ബജ്ജി. സോ നമ്മൾ ബജ്ജി ആദ്യം തന്നെ ടേമറിക് ഇട്ട് നല്ലോണം കഴുകിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ ബജ്ജി ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതും. ആൻഡ് മസാലയൊക്കെ പുരട്ടി, പക്ഷെ മസാല ഫ്രൈ ചെയ്തതിന് ശേഷം മനസ്സിലായി കുറഞ്ഞു പോയെന്ന്. പക്ഷേ അഡ്ജസ്റ്റബിൾ ആണ്. ആൻഡ് നമ്മൾ ചായയും ബജ്ജിയും കഴിച്ചു. സോ നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഫസ്റ്റ് 3 ബജ്ജി 1 ഫ്ലോപ്പായിരുന്നു. ആൻഡ് അതിന് ശേഷം ഒന്നും കൂടെ ആക്കിയപ്പോഴാണ് സെറ്റായി വന്നത്. ആൻഡ് കുഴപ്പമില്ല, ഓക്കെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സോ നോ പ്രോബ്ലംസ്, ഓക്കെ സെൽഫായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ചായ കുടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത വലിയൊരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരും. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ദുരന്തം. ലൈക്ക് ആഫ്റ്റർ മേക്കിംഗ് ബജ്ജി ഇതാണ് എൻ്റെ കിച്ചണിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ക്ലീൻ ചെയ്തെടുക്കാം. സോ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കുന്തിരിക്കം കത്തിക്കുകയാണ് ചെയ്തത്. മഴ പെയ്യുന്നുണ്ട് പുറത്ത്. ആൻഡ് ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം നല്ല സ്മെല്ലൊക്കെ എൻജോയ് ചെയ്ത് മഴയൊക്കെ കണ്ട് അതിനുശേഷം നല്ല രീതിക്ക് ഒരു ഹോട്ട് വാട്ടറിൽ ഷാമ്പൂ പിന്നെ കുറച്ച് സോൾട്ടും ലെമണും മിക്സ് ചെയ്തിട്ട് കാല് ഡിപ്പ് ചെയ്ത് വെച്ച് കുറച്ച് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് മാംഗോ ഉണ്ടായിരുന്നു, അപ്പോൾ ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കി. ഭയങ്കര യമ്മി ആയിരുന്നു. സോ നമ്മൾ ഷേക്കൊക്കെ കുടിച്ചു. അപ്പോൾ വയറൊന്ന് ജസ്റ്റ് ഫില്ലായി. ഇനി നമ്മൾ ഡിന്നർ കഴിക്കുന്നതിന് മുന്നേ പോയിട്ട് ഫ്രഷ് ആവണം. സോ അതിന് മുന്നേ ഇന്ന് ഞാൻ ഒരു റീസെറ്റ് റൂട്ടീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൻഡ് മഴയൊക്കെ പെയ്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിരുന്ന ബോഡി ഓയിൽ ചെയ്യാണ്. അപ്പോൾ ഞാൻ പണ്ട് തൊട്ട് ഇപ്പോൾ ഒരു 3 to 4 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബോഡി ഓയിലാണ് ഈ ഒരു ഹിമാലയയുടെ ബേബി ഓയിൽ. ഇത് ഓക്കെ എന്താ ഇത് ഞാൻ യൂസ് ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം ഇതിൻ്റെ സ്മെല്ല്. എനിക്കറിയില്ല, എനിക്ക് കുഞ്ഞു പിള്ളേരുടെ പ്രോഡക്റ്റ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണെങ്കിലും പിള്ളേരൊക്കെ എൻ്റെ അടുത്ത് എന്നെ കളിയൊക്കെ വരുന്നത് ഇതെന്താ ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചു. പക്ഷേ ഇതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതാണ് ഞാൻ എൻ്റെ ബോഡി ഫുള്ള് ഓയിൽ ചെയ്യാറ്. ലൈക്ക് ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഈ വാനില സംഭവമൊക്കെ. പക്ഷെ അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടും ഇത് തേക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഭയങ്കര കാം ഫീൽ. ഞാനെന്തോ ഭയങ്കര ക്ലീനായ പോലെ, ഞാൻ ഭയങ്കര ഒരു കുഞ്ഞു പിള്ളേരെ പോലെയൊക്കെ എനിക്ക് തോന്നും. സോ ഓക്കെ മൈ മാഡ്നസ് എന്തെങ്കിലും ആവട്ടെ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്. ആൻഡ് ഇത് ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യും കേട്ടോ അത്യാവശ്യം. സോ നമുക്ക് എണ്ണ തേച്ച് കുളിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു. ആൻഡ് ഞാൻ ഡിന്നറിൻ്റെ സംഭവങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോറ് ഞാൻ കുറച്ച് എന്തോ ഉണ്ടെന്ന് വിചാരിച്ചുണ്ടാക്കിയില്ല. അപ്പോൾ കുക്കറിൽ പെട്ടെന്ന് ചോറുണ്ടാക്കി. കറി ഓൾറെഡി മുരിങ്ങാക്കോൽ പുളിശ്ശേരി അമ്മ വന്ന സമയത്ത് ആക്കിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്ത് ചൂടാക്കാനും വെച്ചു. സോ നമുക്ക് ഡിന്നർ കഴിക്കാം. സോ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ നാളത്തേക്ക് ഗ്രോസറി നോക്കിയപ്പോൾ പാല് സാധനങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ പാല് ഓർഡർ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അല്ലറ ചില്ലറ സ്നാക്സ് ഐറ്റംസും കൂടെ വാങ്ങിച്ചിട്ട്. നിങ്ങളിങ്ങനെയാണോ ഗൈസ്? എനിക്ക് ഇൻസ്റ്റാമാർട്ടോ സ്വിഗ്ഗി എടുത്ത് കഴിഞ്ഞാൽ ഒരു സാധനമായിട്ട് ഓർഡർ ചെയ്യാൻ അറിയില്ല. ഞാൻ ഒരു സാധനം ഓർഡർ ചെയ്യാൻ അത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും അത് ഒരു സാധനമായിട്ട് വാങ്ങാൻ പോയാൽ ഞാൻ 10 സാധനം എടുക്കും. അറ്റ്ലീസ്റ്റ് ഒരു 4 സാധനങ്ങളും എടുത്തുകൊണ്ട് വരും. എന്തായാലും നമുക്ക് നമ്മുടെ ഇൻസ്റ്റാമാർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ അറൗണ്ട് 24 hours ആണ്. ചില ഏരിയയിൽ 24 hours ആയില്ല. ഇവിടെ എന്തായാലും ലൈക്ലി 24 hours ആണ്. സോ നമുക്കിനിപ്പോൾ ഫുഡ് കഴിക്കാം. ഒരു ഗുഡ് ലൈഫിൻ്റെ പാലും പിന്നെന്താ ഒരു ലേസ് 20 rupees രാത്രിയിൽ ക്രേവിങ്സ് ഒന്ന് കഴിക്കാൻ. പിന്നെ ഒരു ഈ സാധനത്തിന് ഞാനിപ്പോൾ ഭയങ്കര അഡിക്റ്റാണ്. ഇതൊരു ബ്രൗണിയാണ് ബ്രിട്ടാനിയൻ്റെ. അടിപൊളിയാണ് ഗൈസ് ഇത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സ്വീറ്റ്സ് എനിക്കിപ്പോൾ ഭയങ്കര ക്രേവിങ്സ് ആണ്. അപ്പോൾ ഞാൻ ഇതും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഡിന്നറിന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് മുട്ട ഓംലെറ്റും പിന്നെ അമ്മ ഉണ്ടാക്കി വെച്ച ആ ഒരു കറിയുമാണ്. ഇത് അത്യാവശ്യം കുറേ ദിവസം നിൽക്കും കേട്ടോ ഈ കറി. ഇത് വെക്കും തോറും ഭയങ്കര ടേസ്റ്റാണ്. സോ റൈസും പിന്നെ കുറച്ച് ബീറ്റ്റൂട്ട് അച്ചാറും പിന്നെ ചെമ്മീൻ പൊടിയാണ് ഉണ്ടായിരുന്നത്.
സോ വയറൊക്കെ നിറഞ്ഞു. സോ നമുക്ക് ബ്രഷ് ചെയ്യാൻ മടിയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് കിടക്കുന്നതിന് മുന്നേ നമ്മളൊരു മൗത്ത് വാഷ് കമ്പൽസറി ആയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ കോൾഗേറ്റിൻ്റെ മാക്സ് ഫ്രഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. അപ്പം ദാറ്റ്സ് ഇറ്റ്. സോ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ എൻഡ് ചെയ്യാൻ ടൈമായി. അപ്പോൾ ഉറങ്ങാനുള്ള സമയമായപ്പോൾ ഞാൻ എൻ്റെ ഹെയർ മിക്കി മൗസിനെ പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻറ്റ്സ് ഇനി വേണമെങ്കിൽ ഡു കമൻറ്റ് ബിലോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ടേക്ക് കെയർ, ബൈ, ലവ് യു ഓൾ.